ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇത് ലോട്ടസ് വീട് ഷോപ്പിലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത സമയത്താണ് ഇതിൻ്റെ ഗുണത്തെപ്പറ്റി ഒന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത് കാൽസ്യത്തിൻ്റെ കലവറയാണെന്നാണ് പറയുന്നത്. എൻ്റെ മകളുടെ ഒരു ഫ്രണ്ട് നോർത്ത് ഇന്ത്യൻ ഫാമിലിയുണ്ട്. അവരാണ് ഇതിൻ്റെ ഗുണത്തെപ്പറ്റി എന്ന് പറഞ്ഞത്. ഇത് ഹൈ കാൽസ്യമാണ് ഇതിൻ്റെ അകത്ത്. എള്ള് നമുക്ക് 1/4 കിലോയോളം വേണം. ഈന്തപ്പഴം 1 കപ്പ് വേണം. അതുപോലെ തന്നെ റൈസൻസും വേണം 1 കപ്പ്. ഫ്ലാക്സീഡ് ഞാൻ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്, 1 കപ്പ് വേണം. ബദാമും കാഷ്യൂനട്ടും 1 കപ്പ്. ഇതിൽ പിസ്തയുണ്ട്, പംകിൻ സീഡുണ്ട്, സൺഫ്ലവർ സീഡുണ്ട്, വാട്ടർമെലോൺ സീഡുണ്ട്. ഇത് റോസ്റ്റ് ചെയ്ത് പൊടിച്ചാണിത്. കുറച്ച് പീനട്ട്, അതുപോലെ ചിയ സീഡ്. പ്രോട്ടീനും മിനറൽസും കാൽസ്യവും അയണും ഒക്കെ ചേർത്ത് നല്ല ഒരു ലഡു നമ്മൾക്കിന്ന് ഉണ്ടാക്കാം. എള്ള് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മക്കാന എന്നാണിത് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാർ. ഇത് നമുക്കൊരു 2 കപ്പ് വേണം. നമുക്കെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് ലോട്ടസ് സീഡ് റോസ്റ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ റോസ്റ്റാകും. അത് നമുക്കിങ്ങനെ ഒന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടുന്ന പരുവാണത്. റോസ്റ്റായെന്ന് നമുക്ക് അറിയാൻ പറ്റും. എള്ള് നമുക്ക് ഇട്ട് കൊടുക്കണം. എള്ളും ചെറുതായിട്ടൊന്നും റോസ്റ്റ് ചെയ്തെടുക്കണം. എള്ള് കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട്, 1/4 കിലോയോളം എള്ളുണ്ട്. ഇതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ ചിയ സീഡും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിയ സീഡ് 1 സ്പൂൺ മതിയാകും. ഇത് ഹൈ ഫൈബറാണ്. വെയ്റ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർ ഇത് വെള്ളത്തിൽ കലക്കി കുടിക്കാറുണ്ട്. വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു ഇച്ചിരി തരിയായിട്ട് വേണം ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുവാനായിട്ട്. എല്ലാം നമുക്ക് ഈ രീതിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് ശർക്കരയോ പഞ്ചസാരയോ തേനോ ഒന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. 2 കപ്പ് ഈന്തപ്പഴം മാത്രമേ മധുരത്തിന് വേണ്ടി ഇതിൽ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാ അസുഖക്കാർക്കും, പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. നട്ട്സ് പൊടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ എല്ലാം നമ്മൾ മിക്സ് ചെയ്തു. നമുക്കിതെല്ലാം കുറച്ചും കൂടെ വലിയൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നാലും നമുക്ക് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ടിട്ട് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഏലക്കാപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് ഈന്തപ്പഴം കൂടി ഇതിലേക്ക് ചേർക്കുവാണ്. മൊത്തം 2 കപ്പ് ഈന്തപ്പഴം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യ് 1/2 കപ്പ് നെയ്യ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഓരോരോ ലഡു ഉണ്ടാക്കിയെടുക്കാം. പ്രോട്ടീനും മിനറൽസും കാൽഷ്യവും ഒക്കെ ചേർന്നൊരു നല്ല ഹെൽത്തി ലഡു. എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ കഴിക്കാം. ഈന്തപ്പഴം മാത്രമേ ഞാൻ മധുരത്തിന് ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്കും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.